വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ഡിസൈൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന പാർട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സൈഡിൽ നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള പ്രോബ്ലംസ് ആണ് മെയിനായിട്ട് ഫേസ് ചെയ്യുന്നത് നോക്കാം. Okay, introduction. There are many problems that can occur while designing and implementing an operating system, and these are covered in operating system design and implementation. Okay, operating system design goals. It is difficult to define all the goals and specifications of the operating system while designing it. The design changes depending on the choice of hardware and type of the operating system. That is, if it is batch system, time shared system, single user system, multi-user system, distributed system, real-time system, etc. And apart from this design, the requirement may be harder to specify. There are basically two types of goals by designing an operating system. These are user goals and system goals. ഓക്കെ, അപ്പോൾ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസൈൻ ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ ഗോൾസ് അതുപോലെ തന്നെ സ്പെസിഫിക്കേഷൻസ് ഡിഫൈൻ ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിരിക്കും. എന്തുകൊണ്ടാണ് അത് ഡിഫിക്കൽട്ടാണെന്ന് പറയുന്നത്? കാരണം നമുക്ക് ഓരോരുത്തർക്കും ഓരോ റിക്വയർമെൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ എല്ലാ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ എല്ലാ ഗോൾസും സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. ഓക്കെ, ഓരോ ടൈപ്പ് ഡിസൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓരോന്നും അതിന് പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ഏത് ഹാർഡ്വെയർ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ ഏത് ടൈപ്പ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അതായത് ബാച്ച് സിസ്റ്റം ഉണ്ട്, ടൈം ഷെയർഡ് സിസ്റ്റം ഉണ്ട്, സിംഗിൾ യൂസർ സിസ്റ്റം ഉണ്ട്, മൾട്ടി യൂസർ സിസ്റ്റം ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ റിയൽ ടൈം സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ ഇതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും ഡിഫറെൻറ്റ് ഫങ്ഷനാലിറ്റീസ് ആണ്. അപ്പോൾ ഈ ഓരോന്നും ഡിഫർ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ഓരോന്നിൻ്റെയും ടൈപ്പ് വെച്ച് നമുക്കത് ഡിസൈനിലും വ്യത്യാസപ്പെടും. അപ്പോൾ ഈ എല്ലാ ഡിസൈൻ നോക്കുന്നതനുസരിച്ച് ഏതാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഇനി ഡിസൈൻ മാത്രമല്ല, നമ്മൾ റിക്വയർമെൻറ്റ് എന്ന് പറയുമ്പോൾ അത് സ്പെസിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമുക്ക് മെയിനായിട്ട് രണ്ട് ടൈപ്പ് റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് ഗോൾസ് ആയിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്നാമത്തത് യൂസർ ഗോൾ, മറ്റൊന്ന് സിസ്റ്റം ഗോൾ. അപ്പം യൂസർ ഗോൾസ് എന്താണ്, സിസ്റ്റം ഗോൾസ് എന്താണെന്ന് നമുക്ക് നോക്കാം. User goals and system goals. User goals. The operating system should be convenient, easy to use, reliable, easy to learn, safe and fast according to the users. However, these specifications are not very useful as there is no set method to achieve these goals. And system goals means the operating system should be easy to design, implement and maintain. And these are specifications required by those who create, maintain and operate the operating system. But there is no specific method to achieve these goals as well. അപ്പോൾ രണ്ട് ടൈപ്പ് പറഞ്ഞു. ഒന്ന് യൂസർ ഗോൾസ്, മറ്റൊന്ന് സിസ്റ്റം ഗോൾസ്. യൂസർ ഗോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു യൂസറിൻ്റെ റിക്വയർമെൻറ്റ് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു യൂസ് ചെയ്യുന്ന ഒരാൾ അവർക്ക് എന്തൊക്കെയായിരിക്കും വേണ്ടി വരിക? അത് ഈസി ആയിട്ട് ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലേൺ ചെയ്യാൻ വേണ്ടി പറ്റണം, ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റണം, അല്ലേ? വളരെ കൺവീനിയൻ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ സേഫ് ആയിരിക്കണം, നമുക്ക് ഫാസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കണം, ഫാസ്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു യൂസർ ഗോൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിലയബിൾ, ഈസി ടു യൂസ്, സേഫ് ആൻഡ് ഫാസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് റിക്വയർമെൻറ്റ്സ് ഒരു യൂസറിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇത്തരത്തിലുള്ള റിക്വയർമെൻറ്റ്സ് എല്ലാം അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നതും ഡിഫിക്കൽട്ടാണ്. അതുപോലെ തന്നെ അതിനൊരു പ്രോപ്പറായിട്ടുള്ളൊരു സെറ്റ് മെത്തേഡ്സൊന്നും എവിടെയും ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെയാണ് സിസ്റ്റം ഗോൾസ്. സിസ്റ്റം ഗോൾസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഡിസൈനർ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമർ അവരുടെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയായിരിക്കണം? കാരണം അവർ ഡിസൈൻ ചെയ്യുകയാണ്, അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ അതൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അതാണൊരു സിസ്റ്റം ഗോൾസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? അതായത് ആരാണോ അത് ക്രിയേറ്റ് ചെയ്യുന്നത്, ആരാണോ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്, ആരാണ് ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ ഓപ്പറേറ്റ് ചെയ്യുന്നത്, അവർക്കത് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കണം. ഓക്കെ, അതാണൊരു സിസ്റ്റം ഗോൾ. അപ്പം യൂസർ ഗോൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും ഇത് അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിരിക്കും. കാരണം ഇതിനും ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സെറ്റ് മെത്തേഡ് ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നുള്ളത്.
Okay, then operating system mechanisms and policies. There is no specific way to design an operating system as it is highly creative task. However, there are general software principles that are applicable to all operating system. നമുക്കിപ്പോൾ ഏതൊരു ഇപ്പോൾ ഒരു ഡിസൈൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ പാർട്ട് നമുക്ക് ഏതൊരു ബുക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാലും നമുക്കിതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒന്ന് നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ കിട്ടണം എന്നില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ പറയുന്ന പോലെ തന്നെയാണ് നമുക്കിവിടെ മെക്കാനിസം ആൻഡ് പോളിസി. അപ്പം ഈ മെക്കാനിസം ആൻഡ് പോളിസി എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. A subtle difference between mechanism and policy is that mechanism shows how to do something and policy shows what to do. And policies may change over time and this would lead to changes in mechanism. So it is better to have a general mechanism that would require few changes even when a policy change occurs. അപ്പം ഒരു മെക്കാനിസം എന്താണ്, പോളിസി എന്താണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താ, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഒരു മെക്കാനിസം പറയുന്നത്. നേരെ മറിച്ച് എന്താണ് ചെയ്യേണ്ടത് അതാണ് പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെക്കാനിസവും പോളിസിയും വെച്ച് നോക്കുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു വെഹിക്കിള്, ഒരു കാറ് നമ്മൾ ഓടിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു കാറ് ഒരു പെർട്ടിക്കുലർ സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ ആ കാറ് എങ്ങനെയാണ് ഓടുന്നത്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതാണ് അതിൻ്റെ മെക്കാനിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് പോളിസി എന്ന് പറയുമ്പോൾ അത് എവിടെ എങ്ങനെ ഓടിക്കണം എന്നുള്ളത്, അതിൻ്റെ ഫോർ എക്സാമ്പിൾ സ്പീഡ്. ഇപ്പം നമ്മളൊരു ബ്രിഡ്ജിലേക്ക് കയറുകയാണെന്ന് വിചാരിക്കും, ഒരു പാളത്തിലേക്ക് കയറുമ്പോൾ അതിൻ്റെ സ്പീഡ് നമ്മൾ സ്വാഭാവികമായി പോകുന്നൊരു സ്പീഡിനേക്കാൾ കുറച്ചായിട്ടായിരിക്കും നമ്മൾ ഒരു പാലത്തിലൂടെ പോകുമ്പോൾ ഫോളോ ചെയ്യേണ്ടി വരിക. അപ്പോൾ അതാണ് ഒരു പോളിസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പോളിസി മെക്കാനിസവും നമ്മൾ ഒരുമിച്ച് യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുപോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം എന്താ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പോളിസി മാറ്റിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. കാരണം ഒരു സ്ഥലത്ത് എത്തുമ്പോൾ നമുക്ക് അതിൻ്റെ സ്പീഡ് കുറയ്ക്കേണ്ടി വരും. ഇപ്പം നമ്മളൊരു കുന്ന് ഇറങ്ങുകയാണെങ്കിൽ അതിൻ്റെ സ്പീഡ് കുറയ്ക്കേണ്ടി വരും, ഒരു ചുരം കയറുകയാണെങ്കിൽ അതിൻ്റെ സ്പീഡ് കുറയ്ക്കേണ്ടി വരും. അപ്പോൾ ഓരോ സമയത്തും നമ്മളതിനനുസരിച്ച് നമ്മുടെ സ്പീഡ് ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ മെക്കാനിസവും ചേഞ്ച് ആവുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാ പോളിസീൻ്റെ കൂടെ തന്നെ നമുക്ക് ചെറിയ രീതിയിലുള്ള മെക്കാനിസം മാത്രമാണ് ചേഞ്ച് ചെയ്യേണ്ടി വരിക എന്ന് പറയുമ്പോൾ അതാണ് എപ്പോഴും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ ഫോളോ ചെയ്യുന്നതാണ് എപ്പോഴും നന്നായിരിക്കുക അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പറയുന്നത് സോ ഇറ്റ് ഈസ് ബെറ്റർ ടു ഹാവ് എ ജനറൽ മെക്കാനിസം ദാറ്റ് വുഡ് റിക്വയർ ഫ്യൂ ചേഞ്ചസ് ഈവൻ വെൻ എ പോളിസി ചേഞ്ച് ഒക്കേഴ്സ്. ഓക്കെ, അപ്പോൾ മെക്കാനിസം എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഇത് വെച്ച് പറയുകയാണെങ്കിൽ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് റിസോഴ്സ് മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓരോരുത്തർക്ക് എങ്ങനെയാണ് റിസോഴ്സ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്, പ്രയോറിറ്റി ബേസിലാണോ, ഏത് രീതിയിലാണ് എന്നുള്ളതാണ് ഓക്കെ മെക്കാനിസം. ഇനി പോളിസി എന്ന് പറയുന്നത് ഏതിനാർക്കാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അതാണ് നമ്മൾ പോളിസി. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ അതിനനുസരിച്ചിട്ട് എങ്ങനെ റിസോഴ്സ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് നമുക്ക് ഓരോ പ്രാവശ്യം ചേഞ്ച് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. അപ്പോൾ പോളിസി എന്ന് പറയുമ്പോൾ എന്താണ്, പോളിസി മീൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, വാട്ട് ടു ഡു എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് ചെയ്യുന്നത്, മറ്റേത് എങ്ങനെയാണ് ചെയ്യുന്നത്, അതാണ് മെക്കാനിസം. ഓക്കെ, ഫോർ എക്സാമ്പിൾ if the mechanism and policy are independent, then few changes are required in mechanism if policy changes. If a policy favors IO intensive processors over CPU intensive processors, then the policy change to preference of CPU intensive processors will not change the mechanism. അതായത് ഒരു പോളിസി എന്ന് പറയുന്നത് IO intensive processorsനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പോൾ then the policy change the preference of CPU intensive processes will not change the mechanism. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്തിൽ മാറ്റം വരുത്തേണ്ടതില്ല, നമ്മുടെ മെക്കാനിസത്തിൽ മാറ്റം വരുത്തേണ്ടതില്ല. എങ്ങനെയാണെങ്കിൽ രണ്ടും രണ്ടായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അത് രണ്ടും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ. ഓക്കെ, then implementation. Once an operating system is designed, it must be implemented, and implementation is the part of the development of operating system. With the help of any language we can develop an operating system, and earlier they were written in assembly language, but now higher level languages are used such as C++, and the first system not written in assembly language was the മാസ്റ്റർ കൺട്രോൾ പ്രോഗ്രാം ഓർ MCP. ഇപ്പം നമ്മൾ ഒന്ന് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പാർട്ട് എന്താണ്, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ് അല്ലേ. നോർമലി ഒരു സോഫ്റ്റ്വെയറിൻ്റെ
കേസ് പറയുന്നത് പോലെ തന്നെയാണ് നമ്മളൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫസ്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്തു. ഇനി എന്താണ് നെക്സ്റ്റ്? ഇംപ്ലിമെൻറ്റേഷൻ. അപ്പോൾ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഡെവലപ്മെൻറ്റ് പാർട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഡെവലപ്പ് ചെയ്യാമെന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊരു ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ടും ചെയ്യാം. അസംബ്ലി ലാംഗ്വേജ് അതുപോലെ തന്നെ ഹയർ ലെവൽ ലാംഗ്വേജും. മുമ്പ് അസംബ്ലി ലാംഗ്വേജിലാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഇപ്പോൾ ഇത് ഹയർ ലെവൽ ലാംഗ്വേജസിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. C++ലാണ് മെയിനായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിൽ? അസംബ്ലി ലാംഗ്വേജിലല്ല, ഹയർ ലെവൽ ലാംഗ്വേജിൽ ഡെവലപ്പ് ചെയ്തതെന്ന് പറഞ്ഞാൽ മാസ്റ്റർ കൺട്രോൾ പ്രോഗ്രാമിലാണ്. അതുകൊണ്ടാണ് ഫസ്റ്റ് സിസ്റ്റം നോട്ട് റിട്ടേൺ ഇൻ അസംബ്ലി ലാംഗ്വേജ്. അത് നിങ്ങൾ മെയിനായിട്ട് നോക്കുക. നോട്ട് റിട്ടേൺ ഇൻ അസംബ്ലി ലാംഗ്വേജ് വാസ് ദി മാസ്റ്റർ കൺട്രോൾ program or MCP, and small blocks of assembly code are still needed, especially related to some low level IO programs in device drivers, turning interrupts on and off, and the test and set instructions for synchronization facilities. And using higher level languages allows the code to be written faster. It also makes the OS much easier to port to different hardware പ്ലാറ്റ്ഫോംസ്. ഇപ്പോൾ ഹയർ ലെവൽ ലാംഗ്വേജസിലാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ കൂടി ചിലതിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യേണ്ടി വരും? നമ്മുടെ അസംബ്ലി കോഡ്സ് യൂസ് ചെയ്യേണ്ടി വരും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി യെസ്, ഹയർ ലെവൽ ലാംഗ്വേജസിൽ യൂസ് ചെയ്തുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? നമുക്ക് പെട്ടെന്നായിട്ട് നമുക്ക് കോഡ്സ് റൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം എന്താ? നമുക്ക് കുറച്ചും കൂടി ഫെമിലിയർ ആയിട്ടുള്ളത് നമ്മുടെ ഹയർ ലെവൽ ലാംഗ്വേജസിലാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് റൈറ്റ് ചെയ്യലും വളരെ കമ്പാരിറ്റീവ്ലി ഫാസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് മറ്റ് ഹാർഡ്വെയർ പ്ലാറ്റ്ഫോംസിലേക്ക് പോർട്ട് ചെയ്യാൻ ഈസി ആയിരിക്കും. ഓക്കെ, അഡ്വാൻറ്റേജസ് ഓഫ് ഹയർ ലെവൽ ലാംഗ്വേജസ്. അപ്പോൾ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു ഹയർ ലെവൽ ലാംഗ്വേജസിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത്. Okay, there are multiple advantages to implementing an operating system using a higher level language, such as the code is written more fast, it is compact and also easy to debug and understand, and also the operating system can be easily moved from one hardware to another if it is written in a higher level language. അപ്പോൾ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹയർ ലെവൽ ലാംഗ്വേജിലാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താ, നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നമുക്ക് കോഡ്സ് റൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. രണ്ടാമത്തെ എന്താ, അത്രയും കോഡ്സ് നമുക്ക് ലൈൻസ് ഓഫ് കോഡ്സ് നമുക്ക് ആവശ്യമായിട്ട് വരില്ല ചില കേസിൽ. അപ്പോൾ എന്താ, ഇത് കോമ്പാക്റ്റ് ആണ്. അതുപോലെ നമുക്ക് ഈസി ആയിട്ട് എറേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. അസംബ്ലി ലാംഗ്വേജിൽ പ്രോഗ്രാം ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ വേണ്ടി പറ്റാത്രത്തോളം ഡിഫിക്കൽട്ടാണ്. അതിനേക്കാളും ഈസിയാണ് നമ്മുടെ ഹയർ ലെവൽ ലാംഗ്വേജിൽ പ്രോഗ്രാം എഴുതാനും അതിൽ എറേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനും. അപ്പോൾ എറേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്താൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അതിനെ ഡീബഗ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. മറ്റൊരാൾ എഴുതിയ C പ്രോഗ്രാം ആണെങ്കിൽ കൂടി നമുക്കത് പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് എറേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനും അതുപോലെ തന്നെ അത് ഡീബഗ് ചെയ്യാനും എളുപ്പമായിരിക്കും. ഓക്കെ, അതുപോലെ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു ഹാർഡ്വെയറിൽ നിന്ന് വേറൊരു ഹാർഡ്വെയറിലേക്ക് നമുക്ക് പോർട്ട് ചെയ്യാനും ഹയർ ലെവൽ ലാംഗ്വേജ് ആണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. കാരണം ഇപ്പോൾ MS-DOSലൊക്കെ ആണെങ്കിൽ അത് നമ്മൾ ഇൻ്റലിലെ പ്രോസസ്സേഴ്സിൽ മാത്രമായിരിക്കും അത് വർക്ക് ചെയ്യുന്നുണ്ടാവുക. മറ്റ് ഹാർഡ്വെയർസിൽ അത് ഓപ്പറേറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഹയർ ലെവൽ ലാംഗ്വേജിൽ ചെയ്യാണ് കൂടുതൽ നല്ലത് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. Okay, any disadvantages of higher level languages? Using high level language for implementing an operating system lead to a loss in speed and increase in storage requirements. However, in modern systems only a small amount of code is needed for high performance, such as the CPU scheduler and memory management. Also, the bottleneck routines in the system can be replaced by assembly language equivalents if required. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ചില കോഡ്സൊക്കെ നമ്മളിപ്പോൾ ഹയർ ലെവൽ ലാംഗ്വേജിൽ ചെയ്ത് കഴിഞ്ഞാലും ചിലത് നമ്മൾ എന്തിനെ ഫോളോ ചെയ്യുന്നുണ്ട്, നമ്മുടെ അസംബ്ലി ലാംഗ്വേജ് ബ്ലോക്സ് തന്നെ അല്ലെങ്കിൽ ബ്ലോക്ക് ഓഫ് കോഡ്സ് തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. ബാക്കി എല്ലാം തന്നെയാണ് ഹയർ ലെവൽ ലാംഗ്വേജിൻ്റെ അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു കാര്യമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ സ്പീഡ്, അസംബ്ലി ലാംഗ്വേജ് ചെയ്തതിനേക്കാളും ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി സ്പീഡ് കിട്ടുക ഏതിനായിരിക്കും? അസംബ്ലി ലാംഗ്വേജിനായിരിക്കും കമ്പാരിറ്റീവ്ലി
കുറച്ചുകൂടി സ്പീഡ് ഉണ്ടായിരിക്കാം ഇതിനേക്കാളും ഹയർ ലെവൽ ലാംഗ്വേജിനേക്കാളും. അതുപോലെ തന്നെ സ്റ്റോറേജ് റിക്വയർമെൻറ്റ്സും കൂടുതൽ ഏതിനായിരിക്കും എന്നാണ് പറയുന്നത്, ഹയർ ലെവൽ ലാംഗ്വേജസിനാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് അസംബ്ലി ലാംഗ്വേജ്. It takes a lot of time and effort to write the code. It is very complex and difficult to understand. The syntax is difficult to remember and it has a lack of portability of program between different computer architectures. അപ്പോൾ നമ്മൾ എന്താണോ ഹയർ ലെവൽ ലാംഗ്വേജിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് അത് തന്നെ നമുക്കിവിടെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതായത് അസംബ്ലി ലാംഗ്വേജിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ വേണ്ടി പറ്റുന്ന കാര്യം എന്താണ്? ഒന്ന്, നമ്മുടെ കോഡ്സ് റൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് ഡിഫിക്കൽട്ടാണ്. അത് ഒരുപാട് ടൈം നമുക്ക് കോഡിങ്ങിന് വേണ്ടി നമുക്ക് ഒരുപാട് ടൈം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ വളരെ കോംപ്ലക്സ് ആണ് സ്ട്രക്ചർ. നമുക്കത് ഓരോന്നും മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ഓരോ സിൻടാക്സും ഓർത്തെടുക്കുക എന്ന് പറയുന്നത് എന്താണ്, ഡിഫിക്കൽട്ടാണ്. അതുപോലെ പോർട്ടബിലിറ്റി നമ്മൾ പറഞ്ഞു, ഹയർ ലെവൽ ലാംഗ്വേജിൽ പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചുകൂടി ഈസിയാണ്. ഇവിടെ അസംബ്ലി ലാംഗ്വേജിൻ്റെ കേസിൽ ഡിഫറെൻറ്റ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചേഴ്സിൽ നമുക്ക് ഒരു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു ഹാർഡ്വെയറിന് വേറൊന്നിലേക്ക് പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് അസംബ്ലി ലാംഗ്വേജിൽ ഡിഫിക്കൽട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഡിസൈൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന പാർട്ടിൽ പറയാനുള്ളത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? ഒന്ന്, ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്കതിൽ മെയിനായിട്ട് വരുന്ന പ്രോബ്ലംസ്. എന്തൊക്കെയായിരുന്നു പ്രോബ്ലംസ് പറഞ്ഞത്? കാരണം അത് ഓരോന്നും ഡിഫൈൻ ചെയ്യുക എന്ന് പറയുന്നത്, ഓരോന്നും റിക്വയർമെൻറ്റ്സ് ഡിഫൈൻ ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. കാരണം ഓരോരുത്തർക്കും ഓരോ റിക്വയർമെൻ്റാണ്. ഏത് ഹാർഡ്വെയർ ആണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡിഫറെൻറ്റ് റിക്വയർമെൻറ്റ്സ് ആയിരിക്കും വരിക. അപ്പോൾ അതിന് ഓരോന്നും സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ 2 ടൈപ്പ് റിക്വയർമെൻറ്റ്സ്, അതായത് യൂസർ ഗോൾസ് ആൻഡ് സിസ്റ്റം ഗോൾസ്. യൂസർ ഗോൾസ് എന്ന് പറയുമ്പോൾ ഏതൊരു യൂസർക്കും അത് ഏത് രീതിയിലായിരിക്കണം എന്നുള്ളത്. ഒന്ന്, കൺവീനിയൻറ്റ്, ഈസി ടു യൂസ്, അല്ലേ, സേഫ് ആയിരിക്കണം, ഫാസ്റ്റ് ആയിരിക്കണം, അങ്ങനെ റിലയബിൾ ആയിരിക്കണം. അപ്പോൾ അതാണ് ഒരു യൂസർ ഗോൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സിസ്റ്റം ഗോൾ എന്ന് പറയുമ്പോൾ ഒരു ഡിസൈനർ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമർക്ക് ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് അവരുടെ റിക്വയർമെൻ്റ് ആയിട്ട് വരുന്നത്. കാരണം അവരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അവരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അവരാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കത് കൂടുതൽ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കണം, അല്ലേ. അപ്പോൾ അതൊക്കെയാണ് അവരുടെ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത്. അടുത്തത് മെക്കാനിസം ആൻഡ് പോളിസി. എന്താണ് മെക്കാനിസം എന്ന് പറയുന്നത്? നമ്മൾ എങ്ങനെയാണ് ഒരു സിസ്റ്റം റൺ ചെയ്യുന്നത്, അതാണ് മെക്കാനിസം എന്ന് പറയുന്നത്. പോളിസി മീൻസ് അത് എന്താണ് ചെയ്യുന്നത്, അതാണ് വാട്ട് ടു ഡു, അതാണ് പോളിസി എന്നുകൊണ്ട് പറയുന്നത്. എപ്പോഴും നമ്മൾ ഡിസൈനിൻ്റെ കേസിൽ ഈ ഒരു മെക്കാനിസവും പോളിസിയും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? കാരണം ഓരോ പ്രാവശ്യവും നമ്മളുടെ പോളിസി ചേഞ്ച് ചെയ്യും, അതിനനുസരിച്ച് ഓരോ പ്രാവശ്യവും മെക്കാനിസവും ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ബെറ്റർ ടു കീപ്പ് ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ഏർലിയർ ഇറ്റ് വാസ് ഇൻ അസംബ്ലി ലാംഗ്വേജ്, ബട്ട് നൗ എ ഡേയ്സ് വി ആർ ഡൂയിങ് ഇൻ ഹയർ ലെവൽ ലാംഗ്വേജസ്, അല്ലേ. C++ലാണ് നമ്മൾ മെയിനായിട്ട് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് പറയാം, അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളെ ഡിസൈൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. ഓക്കെ, താങ്ക് യു.